ഒരാള് ഒന്നുപെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് നിന്റെ തലയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. അള്ളാഹുവിന്റെ ഒരു മലക്ക് നിന്റെ വീടിനകത്ത് നീ ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയം നിന്റെ തലഭാഗത്ത് വന്ന് നിൽക്കുകയാ. എന്നിട്ട് ആ മലക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മൻ ബാത്ത താഹിറുൻ ബാത്ത ഫീ ശിആരിഹി മലക്കുൻ ലാ യസ്തൈഖിദു സഅതൻ മിൻ ലൈൽ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നീ എഴുന്നേക്കുന്നത് വരെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ടൊരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ നീ ഇബാദത്തിന്റെ കൂലി കൊടുക്കു പടച്ചവനെ. അല്ലാഹുവേ ഒളുവോടുകൂടി കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ പെണ്ണിന് നീ പടച്ചവന് ഇബാദത്തിന്റെ കൂലി കൊട്, പാപം പുറത്തു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എഴുന്നേക്കുന്നത് വരെ ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മലക്കിന്റെ ദുആ കിട്ടും ചെറുപ്പക്കാരാ. ഇനി മരിച്ചാലോ? അവിടെയാ മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഒളുവെടുത്തിട്ട് കിടന്നു, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, മരണമാണല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ മരണമല്ലേടാ. എടാ, ഒരാൾ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങി, ആ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നീ മരിച്ചാൽ നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുകയാണെങ്കിൽ ഒളുവെടുത്തിട്ട് വേണം മരിക്കാൻ. ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒരാൾ ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുന്ന സമയം അസ്റായിൽ അലൈഹിസ്സലാം മാത്രമല്ല, ഒരു അതിഥി കൂടെ വരും. ഏതാണ് ആ അതിഥി? മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബ്രീലിനെ കണ്ടുകൊണ്ട് മരിക്കാൻ ചങ്ങാതി, അതാണ് ഭാഗ്യം. ഒരാൾ ഒളുവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ പറയുന്നത്. മരണമാണല്ലോ ഉറക്കം. എത്ര പേരെയോ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ പലരും കടന്നവരാണല്ലോ, പിന്നെ എഴുന്നേറ്റില്ലല്ലോ. അപ്പൊ ഒരാൾ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ അവന്റെ റൂഹ് പിടിക്കുന്ന സമയം ആരുകൂടെ കടന്നുവരും? മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. ഒളുവെടുത്തിട്ട് മരിക്കണം സഹോദര. ജിബ്രീലിനെ കാണാൻ ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നബിതങ്ങൾ റൂഹ് പിടിക്കാൻ വന്നപ്പോഴും അസ്റായിലിനോട് ചോദിച്ചില്ലേ, എന്റെ ജിബ്രീൽ എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെയാണ്. അതാണ് ഒളു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിവിന്റെ പരമാവധി ഒളുവെടുത്തിട്ട് നടക്ക്, ശുദ്ധിയോടുകൂടി നടക്ക്. അങ്ങനെ ശുദ്ധിയോടുകൂടി നടക്കുന്നവരെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ. നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, റഅയ്തുൽ ബാരിക തഅജ്ജുബൻ വസമിഅ സൗത ഖാരിആ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, ആയിഷ, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു. ആയിഷ, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ ഉയരമുള്ള ഒരു ഭാഗത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ ഉയർന്ന ഒരു സ്ഥലത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന്, ഒരു വീടിനകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാകുന്നു. ആരാ? അല്ലാഹ്.
ഈ സ്വർഗത്തിനകത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതാൻ ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരനാരാ? അല്ലാഹ്. നബി തങ്ങൾക്ക് അത്ഭുതമായി. അപ്പോഴാണ് മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അതാരാണെന്നറിയോ? അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, അങ്ങയുടെ സ്വഹാബിയായ ഹാരിസയാണ് നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാനാണ് നബിയേ. മലക്കുകൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പേര് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാ, എന്റെ സ്വഹാബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്റെ സ്വഹാബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ സമയത്ത് മലക്കുകൾ പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല. ആ ചെറുപ്പക്കാരന് മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, ആയിഷ, അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. റബ്ബേ, ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് നന്മ ചെയ്തതിന് പകരമാണ് നബിയേ? എന്ത് നന്മ ചെയ്തതിന് പകരമാണ് നബിയേ? കദാകൽ ബിർറു, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. തടങ്കലയിൽ ഒരുമിച്ച് കൂടിയവര്, മാലിക് ദിനാർ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾക്ക് നാട്ടുകാരെ നിങ്ങളെ പരിചയമില്ലായിരിക്കാം, കൂടപ്പറപ്പുകൾക്ക് നിന്നോട് ബഹുമാനമില്ലായിരിക്കാം, കുടുംബക്കാര് നിന്നെ സ്നേഹിക്കണമെന്നില്ല. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ആയിഷ, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി, മലക്കുകൾക്ക് നല്ല പരിചയമുണ്ട് ഈ സഹാബിയെ. ഈ സഹാബിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്റെ ഉപ്പാനെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, ഈ പ്രതിഫലം എനിക്ക് കിട്ടുമോ? ഈ പ്രതിഫലം എനിക്ക് കിട്ടുമോ? നബിതങ്ങൾ പറഞ്ഞു, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് അല്ലാഹു മാതാപിതാക്കളെ സ്നേഹിച്ചതിന് മാത്രമല്ല ആ സഹാബിക്ക് 3 ഗുണമുണ്ടായിരുന്നു. ഈ 3 പ്രത്യേകത ഏതു മക്കൾക്കുണ്ടോ ആ മക്കൾക്ക് നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സഹാബിക്കുണ്ടായിരുന്ന 3 ഗുണം ഏതെങ്കിലും ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ ഒന്ന് കൈവക്കടോ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം ആ സഹാബി സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരു കവള് ഒരു ഉരുള ഭക്ഷണമെങ്കിലും സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കൈപൊക്കിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തോടോ മനുഷ്യ നമ്മൾ ഇങ്ങനെ ആയിപ്പോയെ. സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു ഉരുള ഭക്ഷണം നിന്റെ കൈ കൊണ്ട് നീ ഒന്ന് ചിന്തിക്ക് നിന്നെ കുറിച്ച്. അല്ലാഹു അഅലം. പടച്ച നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനാ വാപ്പ നമ്മളൊക്കെ രക്ഷപ്പെടുക? സമയമില്ലല്ലോ നമുക്ക്. ആ കിളവനും കിളവിക്കും ആ പ്രായം ചെന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കിനി ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മളെ പോലെ മടിയന്മാർ. അല്ലാഹു അഅലം. എന്തുകൊണ്ട് നിന്നെ കൊണ്ട് സാധിച്ചില്ല സഹോദര? ഉമ്മാടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ സദസ്സിൽ? പാപ്പാടെയും ഉമ്മാടെയും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല? നീ നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുത്തില്ലേ? നീ നിന്റെ മക്കൾക്ക് വാരി കൊടുത്തില്ലേ? നിന്റെ സ്നേഹിതന്മാർക്ക് വാരി കൊടുത്തില്ലേ? നിനക്ക് ജന്മം നൽകിയ, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? നിന്റെ ഉമ്മയോട്. അല്ലാഹുവേ പടച്ചവനെ, സ്വന്തം ഉമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദസ്സിലിരിക്കുന്ന ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണോ. ഉമ്മാടെ കയ്യിൽ നിന്ന് പടച്ചവരെ ഇന്ന് ഓർമ്മ വരുമ്പോ കരയുകയാ, കണ്ണ് നിറയുകയാ. പടച്ചവനെ, ഉമ്മമാരിങ്ങനെ ചോറും കറിയുമെല്ലാം പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ സിമന്റ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുകയാ. മോനെ വാടാ എന്ന് പറയുമ്പോ ഓടിച്ചെല്ലുമ്പോ നമ്മുടെ ഉമ്മ ഇങ്ങനെ വാരിത്തരുമല്ലോ. ഞാനും നിങ്ങളും ഒരുപാട് കഴിച്ചവരാട്. പക്ഷേ ഉമ്മാൻ ഒരു നേരത്തെ ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ നിനക്ക് ജന്മം നൽകിയ, നിനക്ക് വേണ്ടി ജീവിച്ച വാപ്പാ, നിനക്ക് വേണ്ടി ജീവിച്ച വാപ്പാ, പടച്ചറപ്പേ, പലർക്കും വാപ്പാനോട് വല്ലാത്ത ദേഷ്യമാ. ഉമ്മാനെയാണ് എല്ലാ മക്കൾക്കും, അധികം മക്കൾക്കും ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, വാപ്പാനോട് വല്ലാത്ത ദേഷ്യമാണ്. എന്തിനാ മോനെ? വാപ്പായിക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലോ, നമ്മളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ. ആ വാപ്പ സ്വർഗത്തിന്റെ കവാടമാണല്ലോ. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് പറയുകയാണ്, പടച്ചവനെ, നാളെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു റബ്ബേ, ഇവിടുന്ന് ചീരണി കിട്ടുമല്ലോ. ആ ഭക്ഷണവുമായി നിന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് രോഗം പിടിച്ച ശരീരമെല്ലാം തളർന്ന് മുടിയൊക്കെ നരച്ച് കിടക്കുന്ന ഉമ്മയുണ്ടല്ലോ, വാപ്പയുണ്ടല്ലോ, അവരുടെ റൂമിനകത്തേക്കൊന്ന് പോകണം സഹോദരാ. ആ റൂമിനകത്തേക്കൊന്ന് കയറണം ചെറുപ്പക്കാരാ. എന്നെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ മറക്കല്ലേ. ഇന്ന് പല പെണ്ണുങ്ങളും മറന്നു പോയടോ. ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ, ഒരുപാട് സമ്പത്ത് കിട്ടിയപ്പോ മാതാപിതാക്കളെ വേണ്ടല്ലോ, മാതാപിതാക്കളെ വേണ്ടല്ലോ. ഈ കേരളത്തിലാണ് 40ഓളം വരുന്ന മാതാപിതാക്കൾക്ക് അവകാശമില്ലാതെ കിടക്കുന്ന രംഗം കണ്ടില്ലേ? പടച്ചവരെ, ഉമ്മാനെ കൊണ്ടുപോയി ഉറൂസിന് കൊണ്ടുപോയി പള്ളിയുടെ മുറ്റത്ത് ഇറക്കി വിട്ടിട്ട് ഒളിച്ചോടുന്ന മക്കളുണ്ടല്ലോ. പഠിക്കണം സഹോദരാ. മോനെ, മാതാപിതാക്കളുടെ കണ്ണ് നനയിപ്പിക്കല്ലേ, അത് നിനക്ക് ശാപമാ. ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞാൽ, വാപ്പയുടെ കണ്ണ് നിറഞ്ഞാൽ നിനക്കതിനെ കുറിച്ചറിയാനട്ടാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരോ? മാതാപിതാക്കൾ ആരാണെന്നറിയണോ? അല്ലാഹുവേ, ഉമ്മയുടെ വില എന്താണെന്നറിയണോ? ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. പടച്ചവരെ, ഉമ്മയും വാപ്പുമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ജുറൈജിന് ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരല്ലേ. അല്ലാഹുവേ, ജുറൈജ്
ജുറൈജിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ കൂടെ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി ഇബാദത്ത് ചെയ്യട്ടെ. ഉമ്മ അനുവാദം കൊടുത്തു. ജുറൈജ് എന്ന് പറയുന്ന പൊന്നുമകൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് രാവും പകലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. രാവും പകലും ഇബാദത്ത് ചെയ്യുകയാ. ഉമ്മായിക്ക് തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി. ജുറൈജിനെ കാണാൻ പോകുകയാ. ജുറൈജിനെ കാണാൻ പോകുകയാണ്. ജുറൈജ് എന്ന് പറയുന്ന പൊന്നുമകന്റെ വീടിന്റെ പുറത്ത് ചെന്നിട്ട് ഉമ്മ വിളിക്കുന്നു, മോനെ ജുറൈജേ. സുബ്ഹാനല്ലാഹ്, ജുറൈജ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മ വിളിക്കുമ്പോ ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ അവിടെന്ന് ചിന്തിച്ചു, അല്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കാ. പടച്ചവനെ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മയുടെ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ എന്ന് വിളിച്ചാൽ, ഇങ്ങനെ ഒരാള് കൈ കെട്ടി കഴിഞ്ഞാൽ ആ കൈ അടിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ മനുഷ്യന്മാരെ? അള്ളാടെ മുന്നിൽ നിസ്കരിക്കാൻ കൈ കെട്ടിയാ പിന്നെ അടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എന്നാ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ കൈകെട്ടി വീടിനകത്ത് നിന്ന് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ സിറാജെ. ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുക, എന്റെ ഉമ്മച്ചി വന്നിട്ട് വിളിക്കുന്നു, മോനെ സിറാജെ എന്ന് വിളിച്ചാൽ ഈ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബിയനാ റസൂലുള്ളാഹി. അല്ലാതെ നിസ്കരിക്കാന്ന് പറഞ്ഞ് നിൽക്കരുത്. ജുറൈജിനെ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വിളി കേട്ടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഉമ്മ കാത്ത് നിന്നിട്ടൊറ്റ പോക്ക്. ജുറൈജ് ഒന്നും അറിഞ്ഞില്ല. പിന്നെയും നിസ്കാരം. ഉമ്മ പിന്നീടും വന്നു വിളിച്ചു, അപ്പോഴും നിസ്കാരം. ഉമ്മ വിളിച്ചു, വിളി കേട്ടില്ല. ഉമ്മയുടെ മനസ്സു വേദനിച്ചു, പോയി. മൂന്നാമതും ഉമ്മ വന്നു. ഉമ്മ വിളിച്ചു, മോനെ ജുറൈജെ. അപ്പോഴും നിസ്കാരം. ഉമ്മയുടെ മനസ്സു വേദനിച്ചു. ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ് ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരു ദുആ ചെയ്യുകയാണ്, ഇവനെ നീ നാണം കെടുത്തണം തമ്പുരാന്. ഞാൻ വിളിച്ചിട്ട് പോലും വിളി കേൾക്കാതെ അവൻ നിന്ന് ഇബാദത്താവൻ വിളി കേൾക്കുന്നില്ലല്ലോ. ഉമ്മയുടെ മനസ്സുവല്ലാതെ വേദനിച്ചു. ഉമ്മ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ എല്ലാവരെയും വഴിപിഴപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവൾക്ക് ജുറൈജിനോട് വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് പരിഗണിക്കുന്നില്ല. ജുറൈജിന്റെ വീടിനകത്ത് കയറി ചെന്നു. ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടുതുണി ഉരിഞ്ഞിട്ട് നടന്നു. എന്നിട്ടും ജുറൈജ് പരിഗണിക്കുന്നില്ല. അവൾക്ക് വല്ലാത്ത കോപമായി. പടച്ചവനെ, ജുറൈജിന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുന്നുണ്ട്. അല്ലാഹുവേ, ഒരു ദിവസം ഈ ജുറൈജിന്റെ വീട്ടിലേക്ക് ആ പെണ്ണൊരു ചോരക്കുഞ്ഞുമായി കടന്നു വരികയാണ്. ഒരു കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. പടച്ചറപ്പേ, പലരും പറഞ്ഞു, ജുറൈജിന്റെ വീടിനകത്ത് നിന്ന് ഈ പെണ്ണിറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, പറയേണ്ടതില്ലല്ലോ. എല്ലാവരും കൂടെ കടന്നു വരികയാണ്. ജുറൈജിന്റെ നിസ്കാര റൂം മുഴുവനും തല്ലിപ്പൊളിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ ജുറൈജ് നാണം കെടുകയാണ്. ഉമ്മയുടെ ദുആയാണല്ലോ, ഉമ്മയുടെ ദുആയാണല്ലോ. പടച്ചവനെ, അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സത്യം ഞാൻ തെളിയിക്കാൻ എനിക്ക് അല്പസമയമൊന്ന് തരട്. പടച്ചവനെ, ജുറൈജ് വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്
ഞാൻ നിരപരാധിയാണ് അല്ലാ. എന്തേ സംഭവമെന്നറിയുന്നില്ല പടച്ചവര്. അപ്പോഴാണ് ജുറൈജ് തങ്ങൾക്ക് മനസ്സിലാകുന്നത് ഉമ്മ എതിരായി ദുആ ചെയ്തത് കൊണ്ടാണ്, ഉമ്മയുടെ എതിരായിട്ടുള്ള ദുആയാണ്. പടച്ചവര് ജുറൈജ് തങ്ങൾ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാ. റബ്ബേ, എന്നിട്ടതാ ജുറൈജ് റളിയല്ലാഹു തആല ആ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാ പറയുകയാ. ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരാ പറയുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിലേക്ക് തന്റെ കൈവിരലെടുത്ത് വെച്ചിട്ട് ജുറൈജ് തങ്ങൾ ചോദിക്കുന്നു, മോനെ നിന്റെ വാപ്പയാരാടാ? ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ജുറൈജ് തങ്ങൾ ചോദിക്കുകയാ, വിളിച്ചു പറയടാ നിന്റെ വാപ്പയാരാ? ആ പാല് കുടിക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയുന്നു, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാണെന്ന്. ആ പാല് കുടിക്കുന്ന കുഞ്ഞു പോലും വിളിച്ചു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചപ്പോ അവിടുന്ന് കൈയടിച്ചിട്ട് ഉമ്മയുടെ വിളിക്കുത്തരം നൽകാത്തതിന് ഇടോ മനസ്സിലാക്കണം, നിസ്കാരത്തിലാണെങ്കിൽ പോലും സുന്നത്ത് നമസ്കാരത്തിൽ ഉമ്മ വിളിച്ചു കഴിഞ്ഞാ വിളിക്കുത്തരം നൽകണമെന്നോ. ആ ഉമ്മയുടെ വില ഇതാണ്. പക്ഷേ നമുക്ക് തിരിയുന്നില്ലല്ലോ, നമുക്ക് ഭാര്യമാരെ മാത്രം മതിയല്ലോ. പടച്ചവനെ, ഉമ്മാനെ മറന്നുകൊണ്ട് ഭാര്യമാരെ സ്നേഹിക്കുന്ന മക്കളുടെ ചരിത്രം അറിയുമോ? അല്ലാഹുവേ, അൽഖമ റളിയല്ലാഹു തആല മരണത്തിന്റെ വേളയിലെ സഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങാതിരുന്നതിന്റെ കാരണം നിന്നെ പഠിച്ചവരാ. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കട്. നമുക്ക് വേണ്ടി ജീവിച്ചവരാ, നമുക്ക് വേണ്ടി മോഹങ്ങളെ മാറ്റിവെച്ചവരാ. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ തല്ലാ കൈവെക്കുന്ന മക്കളുണ്ടല്ലോ. എന്ത് പറ്റി സഹോദരാ? ഇന്നത്തെ മക്കളൊക്കെ വളർന്നു പോയല്ലോ. മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടല്ലോ. വീടിനകത്ത് മൂത്രമൊടിച്ചതിന്റെ പേരില് പ്രായം ചെന്ന വാപ്പയും ഉമ്മയും ഒന്ന് കിടക്കയിൽ കിടന്ന് മൂത്രമൊടിച്ചാൽ പടച്ചവരെ ഒന്ന് കാഷ്ടിച്ചു കഴിഞ്ഞാൽ ആ പ്രായം ചെന്നവര് വീടിനകത്ത് ഒന്ന് തുപ്പിയാ സഹിക്കുന്നില്ലല്ലോ. പടച്ചവനെ, ഉപ്പയുടെ നേരെ കിടന്ന് ചാടുന്ന മക്കളുണ്ടല്ലോ. എങ്കിലും ചിന്തിക്കടോ, ഉമ്മാടെ ശരീരത്ത് കിടന്ന് ഒരുപാട് ഛർദിച്ചവരാ നമ്മള്. ഉമ്മാടെ മടിയിൽ കിടന്ന് മൂത്രമൊടിച്ചവരാ നമ്മള്. ഉമ്മാടെ ശരീരത്ത് കിടന്ന് കാഷ്ടിച്ചവരാ നമ്മള്. പടച്ചവരെ, ഉമ്മാടെ മുഖത്ത് തുപ്പിയിട്ടുണ്ടല്ലോ, ഉമ്മാടെ മുഖത്തടിച്ചിട്ടുണ്ടല്ലോ, വാപ്പാനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും മോനെ മോനെ എന്ന് പറഞ്ഞ് സ്നേഹിച്ച വാപ്പ, സ്നേഹിച്ച ഉമ്മ, നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ. അതുപോലെ ആര് വിളിച്ചാലും അതിന്റെ സുഖം നമുക്ക് അനുഭവിക്കില്ല. പടച്ചവനെ, നമ്മുടെ ഉമ്മയും വാപ്പയും മോനെ എന്ന് വിളിച്ചാ എത്ര രോഗം പിടിച്ച് കിടന്നാല് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയുന്ന വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മൾ ചെന്നില്ലെങ്കിൽ തിരക്കുമല്ലോ. എന്റെ മോൻ വന്നില്ലേ, എന്റെ മോൻ വന്നില്ലേ. ഭാര്യയും മക്കളും സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ നമ്മൾ ചെല്ലാതെ നമ്മുടെ ഉപ്പ ഉറങ്ങില്ലല്ലോ, നമ്മുടെ ഉമ്മ ഉറങ്ങാറില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതാ. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു ഇവിടത്തെ ചീരണിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഭാര്യയുടെ മുമ്പിലല്ല, മക്കളുടെ മുമ്പിലല്ല, മാലിക് ദിനാർ തങ്ങളുടെ ഉറൂസിൽ ആദ്യമായിട്ട് നിന്നെ കൊണ്ടുവന്നത് നിന്റെ വാപ്പയാ.
ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് നിന്റെ വാപ്പയല്ലേ ചെറുപ്പക്കാരാ? നിന്നെ കുളിപ്പിച്ച് ഒരുക്കി വിട്ടത് നിന്റെ ഉമ്മയല്ലേ? അവരിന്ന് രോഗികളായി കിടക്കുകയാ, അവര് പ്രായം ചെന്ന് കിടക്കുകയാ. നീയും നിന്റെ ഭാര്യയും മക്കളും ഇവിടെ വന്നിരിക്കുമ്പോ അവരാ വീടിനകത്ത് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നാളെ രാവിലെ ഇവിടെ നിന്ന് നേരെ വീട്ടിൽ ചെന്നിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാടെ ചാരത്ത് ഉമ്മാടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണം, ഉമ്മാ ഞാനൊന്ന് നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തരട്ടെ ഉമ്മാ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉരുള ഭക്ഷണം വാരിത്തരട്ടെ. ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോ, ഈ ചരിത്രം കേട്ടപ്പോ ഞാൻ എന്റെ വീട്ടിൽ 65 കിലോമീറ്റർ ഓടി ഞാൻ എന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് എന്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്കൊന്ന് ചോറ് വാരിത്തരട്ടെ. ഉമ്മ ചോദിച്ചു, എന്തേ മോനെ? ഉമ്മ ചോദിച്ചു, എന്തേ മോനെ? ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ചോറ് വാരിത്തന്ന അല്ല എനിക്ക് സ്വർഗം തരും. ഉമ്മായിക്ക് ആരെങ്കിലും ഭക്ഷണം വാരിക്കൊടുത്താൽ അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം തരുമെന്ന് ഹദീസ് ഉണ്ടുമ്മ. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരു ഉരുള വേണ്ട, ഇത് മൊത്തവും നീ വാരിത്താ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉമ്മ കഴിക്കില്ലെന്ന്, നമ്മുടെ വാപ്പ കഴിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒന്ന് പോയി ചോദിച്ചു നോക്ക് സഹോദരാ. മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ആ പാപങ്ങളുടെ വായിൽ ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? ഉമ്മായിക്കും ബാപ്പായിക്കും ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, ഇന്നത്തെ രാത്രി കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായി. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. 2, ആ സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദം ഉയർത്താറില്ല. ഉമ്മാടെ മുന്നില് പറയടോ, ഉമ്മാടെ മുന്നില് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയുടെ ശബ്ദം ഉയരാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ മക്കള് തല്ലൂലേ? ഇന്നത്തെ മക്കള് തല്ലൂലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉമ്മാടെയും ഉപ്പാടെയും മുമ്പിൽ കടന്ന് ചാടുന്ന ചാട്ടം ഒന്ന് കാണണോടോ. ഇന്ന് പ്രായം ചെന്ന ഉമ്മയെ കിളവീന്നാ മക്കള് വിളിക്കുന്നത്. ഉമ്മാനെ ഉപ്പാനെയൊക്കെ കിളവി. ഇന്ന് മക്കള് ഭരിക്കുകയാ. ഖിയാമത്ത് നാളിന്റെ അടയാളം നബിതങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളം മാതാപിതാക്കളും മക്കളെ ഭരിക്കുന്ന ഒരു കാലം വരും. ഇവിടെ ഇരുന്നോണം, വല്ലതും കഴിച്ചുകൊണ്ട് ഈ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളണമെന്ന് ഉമ്മയെ ഭരിക്കുന്ന മക്കളുടെ കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളം കണ്ടാ തേമം മുറിയെന്ന് പറയുന്ന പോലെ സെൻസാറിലൊക്കെ കണ്ടാൽ ഞാൻ അപ്പം നിർത്തിയേക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ഉമ്മാടെ മുമ്പിൽ കിടന്നുകൊണ്ട് വഅ്ള് പറയാ, ചാടുക. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ കടിച്ചു കീറുകയാ ഇന്നത്തെ മക്കൾ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. 3, ഈ സഹാബിക്കുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ഫ്രണ്ട്സുകൾ വരും. ഉമ്മയെ കാണാൻ കൂട്ടുകാര് വരും. കൂട്ടുകാര് വന്നിട്ട് ഇവര് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെ കൂടെ ഇറങ്ങി ഓടും. ഉമ്മ കാണാതെ പുറകിലിറങ്ങി ഓടും. ഓടി ചെന്നിട്ട് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരുടെ കൂടെ പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? അടിക്കാനും ബഹളം വെക്കാനൊന്നുമല്ല, ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല.
എന്തെങ്കിലും കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാനാ തൻ്റെ വീട്ടിൽ ഉമ്മയെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ എങ്ങനാ? നമ്മളോടൊന്നും പറയില്ല. ഉമ്മ ഒന്നും പറയില്ല. കാരണം മക്കളെ വേദനിപ്പിക്കാത്ത ഉമ്മമാർ, അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയില്ല. ചില ഉമ്മമാര് പറയാറില്ല. പക്ഷെ ഫ്രണ്ട്സുകളോട് പറയും, എനിക്കത് വേണമായിരുന്നു, ഇത് വേണമായിരുന്നു. അപ്പൊ സഹാബി കൂടെ പോയി ചോദിച്ച് അറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ഉമ്മ നാവ് കൊണ്ട് പറയും, മോനെ എനിക്കത് വേണം, എനിക്കിത് വേണം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂല. നിങ്ങൾക്ക് എന്താ ഇതിന്റെ ആവശ്യം? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വേണമെന്ന് നാവ് കൊണ്ട് ചോദിച്ചാ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത മക്കളുടെ കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു പ്രതിഫലമല്ല. ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ച അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ. നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ, നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് കാസർഗോഡ് തളങ്കരയിലെ വയലുകൾക്കാവുന്ന പെണ്ണുങ്ങളോട് പറയുകയാ, ഉമ്മാനെയും ഉപ്പാനെയും മറന്നു പോകല്ലേ പെങ്ങള്. പടച്ചവനെ, ഭർത്താവും സ്വത്തും മക്കളുമൊക്കെ കിട്ടിയപ്പോ നിങ്ങളിലധികം പേർക്കും പടച്ചവനെ മാതാപിതാക്കളെ നോക്കാ സമയമില്ലല്ലോ. എപ്പോഴും ഭർത്താവിന്റെ വീട്ടിലാണല്ലോ. എങ്കിലും പെങ്ങളെ വിളിച്ചൊരു ഫോണിലെങ്കിലും വിളിച്ചെന്ന് വിശേഷം അന്വേഷിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന മക്കളാ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. നാലാമത്തെ വിഭാഗം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയാ. പടച്ചവനെ, നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള നാലാമത്തെ വിഭാഗം ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനും യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളെ തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ഓരോ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ഒന്നാമത്തെ സ്വഹാബിയെ വിളിച്ചു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഈ സഹാബിക്ക് എന്തെങ്കിലും പറ്റിയാ നീ യുദ്ധം നയിക്കണം. മൂന്നാമത് പറഞ്ഞു, നീ യുദ്ധം നയിക്കണം. പടച്ചവനെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു, യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ തുള്ളിച്ചാടി കടന്നു പോവുകയാണ്. അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ ഭർത്താവ് വീട്ടിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് തുള്ളി തുള്ളി ചാടി കടന്നു വരികയാ. അസ്മാ ചോദിക്കുന്നു, ജൗഫറേ, എന്തേ വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷമുണ്ട്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പെണ്ണേ അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ മുഅ്തദ് യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നെ അമീറാക്കി അല്ലാഹുവിന്റെ പ്രവാചകനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ്, അതിന്റെ സന്തോഷമാണ്. പടച്ചവരെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കയറുകയാ. യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസിന്റെ യാത്രയിൽ കാണാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കാണാ. ആ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. ഞാൻ ചെന്ന് വായിച്ചവനാണ്. ജൗഫർ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ യുദ്ധത്തിന് മുമ്പ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ മരണം പറഞ്ഞല്ലോ. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് നീയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കട്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറേ നീ പിടിക്കട്. അല്ലാഹുവേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്വഹാബി പിടിക്കട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. യുദ്ധത്തിന് മുമ്പേ നബി തങ്ങൾ മരണം പറഞ്ഞോ. യുദ്ധത്തിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മരണം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ജൗഫർ റളിയല്ലാഹു തആല തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ അതാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല തന്റെ 3 മക്കള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ജൗഫർ റളിയല്ലാഹു തആല യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. പടച്ചുറപ്പേ, മുഅ്തത്തിന്റെ രണാകണത്തിൽ യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അവിടുന്ന് വെട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. റബ്ബേ, അവിടുന്ന് ഷഹീദായി വീഴുകയാ. രണ്ടാമത്തെ സ്വഹാബി ഇസ്ലാമിന്റെ കൊടി അവിടുന്ന് മുറുകെ പിടിക്കുകയാ. പടച്ചവനെ യുദ്ധത്തിന് നേതൃത്വം നൽകി. രണ്ടാമത്തെ സ്വഹാബിയും അവിടുന്ന് വെട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഇസ്ലാമിന്റെ കൊടിയവിടുന്ന് മുറുകെ പിടിക്കുകയാ. ഒരു കയ്യിൽ പടച്ചവനെ ഇസ്ലാമിന്റെ കൊടി പിടിച്ചു, അതാ വലത് കയ്യിൽ വാള് പിടിച്ചുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നു പോകുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്, തന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ കൊടിയങ്ങ് താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വലത് കൈ കൊണ്ട് കൊടി എങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാ. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ വലത് കൈയും അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. 2 കൈപ്പത്തിയും മുറിഞ്ഞു. കൊടിയങ്ങ് താഴെ വീണു. സ്വഹാബത്ത് പതറുകയാണ്. സ്വഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പതറുകയാണ്. അപ്പോഴാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ആ കൊടിയെടുത്തിട്ട് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്ക്. 2 കൈപ്പത്തിയും മുറിഞ്ഞു പോയ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ആ ഇസ്ലാമിന്റെ കൊടിയുണ്ടല്ലോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു 4 വരി ബൈത്ത് പാടുകയാ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരെന്റെ കൂടെ വാ സഹാബാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന സ്വഹാബാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ നെഞ്ചിലേക്ക് കൊടിവെച്ചുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്, ശത്രുക്കള് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടി നുറുക്കുകയാണ്. അവിടുന്ന് ഷഹീദാവുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കാരം കഴിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞു. പടച്ചവരെ, യുദ്ധം കഴിഞ്ഞ് ജനങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബാ, എന്റെ ജൗഫർ ഷഹീദായി. സ്വഹാബാ, ജൗഫർ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, എന്റെ ജൗഫർ ഷഹീദായി, എന്റെ ജൗഫർ ഷഹീദായി. പള്ളിക്കകത്തിരിക്കുന്ന സ്വഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാ. പടച്ചവരെ, നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്?
നബിതങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമാണ്, ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിക്കകത്ത് നബിതങ്ങളുടെ മുന്നിലിരുന്ന ഒരു സ്വഹാബി പോലും മിണ്ടുന്നില്ല. നബിതങ്ങൾ ചോദിക്കുകയാ, ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അവരുടെ കുടുംബത്തിൽ ചെന്ന് മരണപ്പെട്ട വാർത്ത പറയണമല്ലോ. ഒരാള് പോലും മിണ്ടുന്നില്ല, ഒരാള് പോലും അനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ എന്തു പറ്റി സ്വഹാബാ? നിങ്ങൾ ഒരാളും എന്തേ തയ്യാറാകാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ വയസ്സ് 19 വയസ്സാ, ചെറുപ്പക്കാരാ. അസ്മാ എന്ന് പറയുന്ന മഹദിക്ക് 19 വയസ്സേ ഉള്ളൂ. 3 മക്കളാടാ ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 മക്കളാ ഉള്ളത്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. പടച്ചവരെ, ഈ 19 വയസ്സുകാരിയുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാറ്, ഈ 3 മക്കളോട് നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു പോയെന്ന് പറയാറ് ഒരു സ്വഹാബിക്കും അവിടെ നിന്ന് ധൈര്യമില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വാ സഹാബാ, നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മഹാനായ അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ തലങ്കരയിലെ പെങ്ങള് ആ 19 വയസ്സുകാരിയുടെ വീട്ടിൽ അവസ്ഥ എന്തെന്നറിയോ? നാളെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് കരുതിയിട്ട്, നാളെ യുദ്ധം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുമല്ലോ, തിരിച്ചു വരുന്ന ഭർത്താവിനെ കാണാൻ 3 മക്കളെയും തലയിൽ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു ഒരുക്കി വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. ഗൾഫിൽ 2 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണാൻ മക്കളെ നിർത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ പൊന്നാര മക്കളെ ഒരുക്കി നിർത്തുമല്ലോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വാതിലിന്റെ മുൻപത്ത് നിൽക്കുന്ന മക്കളെ കാണുമ്പോ പ്രവാസിയായ സഹോദരൻ എത്ര സന്തോഷമാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ കാണാൻ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം തേച്ച് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. ഒന്നും അറിഞ്ഞിട്ടില്ല. അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വരുമ്പോ മക്കള് പറയുന്നു, ഉമ്മാ നബി തങ്ങള് വരുന്നുമ്മാ, വാപ്പ വരുന്നുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിഞ്ചു മക്കളുണ്ടല്ലോ, ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാ. എന്നിട്ടാ മക്കൾ ഇങ്ങനെ തിരയുകയാ, സഹാബത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഞങ്ങളുടെ വാപ്പയുണ്ടോ? ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പിഞ്ചു മക്കള് വാപ്പാരെ തിരയുമ്പോ കാണുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ. വീട്ടിലെത്തിയുമായ മക്കളുള്ള മാതാപിതാക്കള്, വീട്ടിലെത്തിയുമായ മക്കളുള്ള മാതാപിതാക്കള്, ഈ തളങ്കരയിലെ ഏറ്റവും മനോഹരമായ വീടേതെന്നറിയോ? ഈ ആകാശത്തിന്റെ കീഴില് ഏറ്റവും മനോഹരമായ വീടേതെന്നറിയോ? അതൊരു യതീമുള്ള വീടാ. യതീമിന്റെ കണ്ണുനീര് വീഴാത്ത വീടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ
എവിടെന്ന് പറയുകയാ, ചുംബിക്ക് സ്വഹാബ, യതീമായ മക്കളെ സ്നേഹിക്ക് സ്വഹാബ. പടച്ചവനെ, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കൊതിക്കാത്തവരില്ലല്ലോ. ഉസ്താദേ, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കണമല്ലോ. പാവങ്ങൾ മുഴുവനും ആ ഹജറുൽ അസ്വദിൽ കഴുകി കളയണമല്ലോ. പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ, കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ. പാവം പൊറുക്കണോ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഉപ്പമാരെ, ജീവിതത്തിൽ ചെയ്തു പോയ പാവം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. പാവങ്ങൾ കഴുകണോ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോലെ നിന്റെ എല്ലാ പാവങ്ങളും കഴുകണോ. ഒരു യതീമായ കുഞ്ഞിനെ കണ്ടാൽ അവന്റെ തലയിൽ തലോടണേ. യതീമായ മക്കളുടെ കയ്യിൽ, യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകണേ. ഫോട്ടോ എടുക്കല്ലേ, ജനങ്ങളെ കാണിക്കാനല്ല. പടച്ചവനെ, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് കൈവച്ചിട്ട് തടകിയ എത്ര രോമം നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് തടകടാ ചെറുപ്പക്കാരാ. പാപം ചെയ്തവര്, കള്ള് കുടിച്ചവര്, വ്യഭിചരിച്ചവര്, നിസ്കരിക്കാത്തവര്, ഭർത്താവിനെ ബന്ധിച്ചവര്, ഭാര്യമാരെ ബന്ധിച്ചവര്, മാതാപിതാക്കളെ പറ്റിച്ചവര്, ഉസ്താദേ പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാനാണെന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്നവര്, തളങ്കരയിലെ തീമുള്ള വീടുള്ള തെരഞ്ഞു നടക്കടാ. യതീമായ മക്കളെ തെരഞ്ഞു നടക്കടാ. എന്നിട്ടാരും കാണാതെ യതീമായ മക്കളെ ഒന്ന് സ്നേഹിക്കൂ. തലയിലെ കൈവച്ച് തലോട്. ആ മക്കളുടെ എത്ര രോമം നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബ. മത്സരമാ, തങ്ങളുടെ സ്വഹാബത്ത് മത്സരിക്കുകയാ. പടച്ചവനെ, വാപ്പാനെ തിരയുന്ന മക്കളെ കണ്ടപ്പോ നബിതങ്ങളുടെ കണ്ണ് നിറയുകയാണ്, നബിതങ്ങൾ കരയുകയാണ്, 3 മക്കളെയും കെട്ടിപ്പിടിക്കുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, എന്നിട്ട് നബി തങ്ങൾ വിളിക്കുന്നു, അസുമാ. വീടിനകത്ത് തന്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഭാര്യ, ആ 19 വയസ്സുള്ള പെണ്ണിനോട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, അസുമാ, ജൗഫർ ഷഹീദായി അസുമാ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോ സ്വഹാബികൾ മുഴുവനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. എന്താണ് മറുപടി? എന്താണ് മറുപടി? ആ 19 വയസ്സുകാരിയുടെ മറുപടി എന്താണ്? നിലവിളിയാണോ? പടച്ചവനെ, ബോധം കെട്ട് വീഴുകയാണോ? പടച്ചവനെ, എല്ലാവരും ഇങ്ങനെ വീടിന്റെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോ അസ്മാ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി നബിയേ. തന്റെ ഭർത്താവ് ഷഹീദായെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ 19 വയസ്സുകാരി ചോദിക്കുകയാ, ഒരേ ഒരു കാര്യം എനിക്കറിയണം നബിയേ, ഒരേ ഒരു കാര്യം എനിക്കറിയണം നബിയേ. എന്തേ അസുമാ? യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ?
എനിക്കൊന്നറിഞ്ഞാ മതി നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി നബിയേ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, അസ്മാ എന്തേ നീ എങ്ങനെ ചോദിച്ചത്? എന്തേ നീ എങ്ങനെ ചോദിച്ചത്? ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, പടച്ചവരെ, മണിയറയ്ക്കകത്ത് എന്റെ കിടപ്പറയില് എന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ ജൗഫർ പറയുമായിരുന്നു, അസ്മാ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അസ്മാ, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ പോയിട്ട് വേണം എനിക്കും നോമ്പ് മുറിക്കാൻ. എനിക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. എന്റെ ആഗ്രഹമാ പെണ്ണ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവ് പറയുന്നു ദുആ ചെയ്യാൻ. അസ്മാ ദുആ ചെയ്തു, അല്ലാഹ് എന്റെ ഭർത്താവിനെ നോമ്പുകാരിയാക്കിയിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവരെ, നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബാ, ജൗഫറിന്റെ മരണരംഗം പറയുകയാ, യാ റസൂലല്ലാഹ്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറിച്ചിട്ടിരിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് വെള്ളവുമായി കടന്നു വരികയാണ്, വെള്ളവുമായി കടന്നു വരികയാണ്. ജൗഫർ തങ്ങളുടെ വായിലേക്ക് ആ മരണത്തിന്റെ വേളയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുഖമങ്ങ് തിരിക്കുകയാ. അവിടത്തെ മുഖമങ്ങ് തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വെള്ളം തരരുത്, എനിക്ക് വെള്ളം തരരുത്, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഇവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടാലും നിങ്ങൾ എനിക്ക് വെള്ളം ഒഴിച്ച് തരരുത്, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് വാങ്ങി തന്നതാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുആയാണ്, അതുകൊണ്ട് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് തുറക്കണം. എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് വെള്ളം തരല്ലേ, ഈ തൊണ്ട വറ്റി വരണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ കിടന്ന് ഷഹീദാകാൻ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതുപോലെ നോമ്പുകാരനായിട്ടാ മരിച്ചത്. അവിടുന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അസ്മാ റഅയ്തു ജൗഫർ മലക്കൈനി യതുയിറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് ചിറക് വെച്ചുകൊണ്ട് പറക്കുന്നു അസ്മാ, മലക്കുകളുടെ കൂടെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂടെ നിന്റെ ഭർത്താവ് പറന്നു പോകുന്നു അസ്മാ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മാലിക് ദിനാർ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ മലക്കുകളെ സ്നേഹിക്കുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉപ്പമാര്, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. എത്ര പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും പ്രായമായാൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പാ, മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അവരുടെ ദുആ നിനക്ക് കിട്ടുമല്ലോ, അവർക്ക് നിന്നെ അറിയാം ബാപ്പാ, നിന്റെ വീടറിയാം പെങ്ങള്, നിന്റെ വീടറിയാ ചെറുപ്പക്കാരാ. അതാ സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മലക്കുകളെയാണ് സ്നേഹിക്കേണ്ടത്,
ഇവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവരുടെ സ്നേഹമാണോ, അവരുടെ ദുആയാണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത്? അവര് നമ്മുടെ കൂടെ വരുമല്ലോ. മരണസമയത്ത് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്നവര്, അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവര്, അല്ലാഹുവേ ആ മരണസമയത്ത് നിന്റെ ചാരത്ത് വരുമല്ലോ, നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗമാരോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ട മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ശുദ്ധിയോടുകൂടി നടക്കുന്നവരുണ്ടല്ലോ, ഒതുപെടുത്ത് നടക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ ഉറങ്ങുമ്പോഴും ഒതുപെടുത്തുറങ്ങുന്നവരുണ്ടല്ലോ, മരിക്കുമ്പോഴും ഒതുവോടുകൂടി മരിക്കുന്നവരുണ്ടല്ലോ. അവരെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണ്. മൂന്നാമത്തെ വിഭാഗമാരാ? തന്റെ മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മക്കളുണ്ടല്ലോ, ഉപ്പയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മക്കളുണ്ടല്ലോ, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടുകൊടുക്കുന്നവരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ. നാലാമത്തെ വിഭാഗമാരെന്നറിയോ? സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരാ, നോമ്പ് പിടിക്കുന്നവരാ, നോമ്പിനെ ഇഷ്ടപ്പെടുന്നവരാ. അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ 4 നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 12:30 നിർത്താറായ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 5ാമത്തെ ഒരു വിഭാഗമുണ്ട്, വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 5ാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ആര് സ്നേഹിക്കുന്നോ, ആര് ഖുർആൻ ഓതുന്നോ, അവൻ്റെ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും, അവനെ സ്നേഹിക്കും, അവന് വേണ്ടി ദുആ ചെയ്യും. ആ മലക്കുകളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എത്രയോ ചരിത്രമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വന്നിട്ട് പറയുന്ന ചരിത്രമുണ്ട്. സൂറത്തുർ റഹ്മാൻ, സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്തുർ റഹ്മാൻ ഓതിയപ്പോൾ ഏത് വീട്ടിലാണോ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ഓതുന്നത്, ആ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുർ റഹ്മാൻ പാരായണം നമ്മുടെ വീടുകളിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്യുന്ന വീടുകളിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വരും. ഒരു ദിവസം നിന്റെ വീട്ടിൽ ഖുർആൻ ഓതിയില്ലെങ്കിൽ മലക്കുകൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ നിന്റെ വീട് വെളിച്ചമായിട്ട് കാണും. നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അവരവിടെ നിന്ന് നോക്കുമ്പോൾ ചില വീടുകൾ തിളങ്ങുന്ന വീടുകളായി കാണും. അതേത് വീടാ? ഖുർആൻ ഓതുന്ന വീട്. അല്ലാഹു നമുക്ക് ഖുർആനിനെ സ്നേഹിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു, കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിർത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുണ്ട്. ഈ 114 സൂറത്തിൽ ഒരു സൂറത്തിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ച നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതണമെന്നല്ല, ഇതിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിച്ചുകൂടെ? ഒന്ന് കൈപൊക്കിക്കേ. സ്നേഹിക്കാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിലെ 114 സൂറത്തിൽ 112ാമത്തെ സൂറത്ത് ഏതാ? 112ാമത്തെ സൂറത്ത് ഏതാ? നിങ്ങൾ എന്തപ്പോ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? 112ാമത്തെ സൂറത്ത് ഏതാ? 114ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. 113ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. 112ാമത്തെ സൂറത്ത് ഏതാ?
സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് പാരായണം ചെയ്തേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹു മൗലാനൽ അദീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതാൻ അറിയോ? ഓതാൻ അറിയോ? ഓതാൻ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സഹാബികൾ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാം എപ്പോ നിസ്കരിക്കുമ്പോഴും ഖുൽ ഹുവല്ലയാ ഓതുന്നേ. ഞങ്ങളുടെ ഇമാം എപ്പോ നിസ്കരിക്കുമ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതുന്നത് എന്ന് പറഞ്ഞ വലിയ സൂറത്ത് ഓതുന്നില്ല, എപ്പോഴും ചെറിയ സൂറത്താ ഓതണേ. നമ്മൾ പരാതി പറയുന്നത് ഉസ്താദ് വലിയ സൂറത്താ ഓതുന്നത്, ചെറുത് ഓതണില്ല എന്നാ. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. നീ എപ്പോഴും ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, വലിയ സൂറത്ത് ഓതുന്നില്ല, എന്തേ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ ഈ സഹാബി പറഞ്ഞ മറുപടി, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത സ്നേഹവാ, അതുകൊണ്ടാണ് ഞാൻ ഓതണേ. എന്തേന്ന് ചോദിച്ചു. ഈ 114 സൂറത്തിൽ ഈ ഒരു സൂറത്തിനോട് മാത്രം ഇത്ര ഇഷ്ടമെന്താ? അപ്പൊ ആ സഹാബി പറഞ്ഞ മറുപടി, അള്ളാഹിനെ കുറിച്ച് പറയണ സൂറത്തല്ലേ, തൗഹീദിനെ കുറിച്ച്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അല്ലാഹയെ കുറിച്ച് മാത്രം പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാ ഓതണേ. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല, ഓതിക്കൊള്ളാൻ പറഞ്ഞു. ഈ സഹാബി മടങ്ങി പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്നേഹിച്ചൂടെ? സ്നേഹിച്ചൂടെ? സ്നേഹിച്ചാ പോരാ, ഓതണം. ഈ സൂറത്ത് പാരായണം ചെയ്യണം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ അല്ലാഹു നമുക്ക് 5 പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 5 മിനിറ്റും കൂടെ പറഞ്ഞോട്ടെ ഉസ്താദ്, ഒരു 5 മിനിറ്റ് കൂടെ. അൽഹംദുലില്ലാ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവന് അല്ലാഹു എത്ര പ്രതിഫലം തരും? പറയണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്കിക്കേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇനി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ, നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ, ഇന്നു മുതൽ ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ ചോദിക്കാം, കച്ചവടം എങ്ങനെയുണ്ട്? ഒറ്റ മറുപടി, എല്ലാം പോയി ഉസ്താദേ. എടാ, കച്ചവടം എങ്ങനെയുണ്ട്? ജീവിതം എങ്ങനെയുണ്ട്? ഉസ്താദെ, കൊറോണ വന്നതോടുകൂടി സർവ്വതും പോയി. നമ്മളെല്ലാരും പറയുന്നത് സമാധാനമില്ല, സന്തോഷമില്ല, തമ്മിലടി, ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ, വീടിനകത്ത് ചേരിച്ചെല്ലാൻ തോന്നുന്നില്ല, മക്കളെ എല്ലാം പ്രശ്നമാണ്, ആകെ പ്രശ്നം. ഉസ്താദ് എവിടുന്ന എന്താന്നറിയില്ല ഉസ്താദെ, ആകെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും. പണമുള്ളവനും വീടുള്ളവനും പറയുന്നത് മരിച്ചാ മതി ഉസ്താദെ, ജീവിതം മടുത്തു, സമാധാനമില്ല, സന്തോഷമില്ല. എന്തേ കാരണം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തകട് കുഴിച്ചിട്ടതൊന്നും അല്ല കേട്ടാ, ഉള്ള കാര്യം ഞാൻ പറയാം. തകട് കുഴിച്ചിട്ടതോ മുട്ടയിട്ടതോ ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, നല്ല ജീവിതമില്ല, ബറക്കത്തില്ല, തമ്മിലടി, ഭാര്യയും ഭർത്താവും മക്കളും. മക്കള് പമ്പിത്തല്ല. ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടും എന്റെ വയറ്റിൽ കിടന്നല്ലേടാ, എന്തിനാ തല്ലുന്നേ? എന്തേ പ്രശ്നം? എന്തേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിനൊരു കാരണമുണ്ട്. അല്ലാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, അതാണ് നിന്റെ വീട്ടിലെ പ്രശ്നം. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്, ഇന്ന് പോയിട്ട് കണ്ണുനീര് തുടച്ചാ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീയും കരയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും, ആ കണ്ണുനീര് നല്ലതല്ല. നബി തങ്ങൾ പറഞ്ഞതാ, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്, ആ കണ്ണുനീര് നല്ലതല്ല. ആ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, നിന്റെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്, ഇന്ന് ചെന്ന ഉടനെ കണ്ണുനീര് തുടയ്ക്ക്. നിന്റെ വീട് സന്തോഷവും സമാധാനവും മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ വീട്ടിലിരുന്ന് കരയുന്നറിയോ? നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. ഖുർആൻ ഉള്ളവരൊക്കെ ഒന്ന് താഴ്ത്തിക്ക്. ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഒരു വീടിന്റെ അകത്ത് ഖുർആൻ ഉണ്ട്, ഒരു വീടിനകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. വീട്ടുകാർ ഓതാതെ വന്നാൽ ഖുർആൻ കരയും. എന്ത് കരയും? എന്ത് കരയും? ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീട് നന്നാകോ? 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 നന്നാകില്ല. അപ്പൊ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ഖുർആൻ എടുത്തൊന്ന് തുടക്കി. പൊടിയടിച്ചിരിക്കുന്നുണ്ട്, അതാരെങ്കിലും ഒന്ന് മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥമല്ല.
നിന്റെ വീടിനകത്ത് പരിശുദ്ധമായ ഖുർആൻ ഇരുന്ന് കരയുകയാ. ഒരു ദിവസമെങ്കിലും ഒരായത്തെങ്കിലും അത് തുറന്നൊന്ന് പാരായണം ചെയ്യ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാ പ്രശ്നവും മാറും, വീട്ടിലെ സർവ്വ പ്രശ്നവും മാറും. ആ ഖുർആനിന്റെ കണ്ണുനീര് തുടച്ചാ മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ 5 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. 1ാമത്തെ പ്രതിഫലം, നിന്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈമാനോട് കൂടി മരിക്കണം. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. കാരണം നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, സദക്ക കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗം ഉണ്ടെന്നാ പറഞ്ഞേ, എല്ലാരും സ്വർഗത്തിൽ പോകുന്നാ പറഞ്ഞേ. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച അവന് സ്വർഗം ഉണ്ടെന്നല്ല പറഞ്ഞേ, അവൻ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു എന്നാ പറഞ്ഞേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതിയ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം എന്താ? ഈമാനുള്ള മരണം. ഈമാനുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. 2 ജീവിതത്തിൽ മയ്യത്ത് കാണാത്ത ആരുമില്ല. എല്ലാരും ജീവിതത്തിൽ മയ്യത്ത് കണ്ടിട്ടുണ്ട്, ഇല്ലേ? എന്നാൽ ചില മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇല്ലേ? ചില മുഖങ്ങൾ ഇപ്പോഴും ഓർമ്മയില്ലേ? എന്റെ പ്രിയപ്പെടുത്ത മജീദ് ബാക്കബി ഉസ്താദിനെ അറിയാം. എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഈ കഴിഞ്ഞ റമദാൻ 27-ാം രാവിന്റെ അന്നാ മരണപ്പെട്ടെ. നമ്മുടെ പൂച്ചക്കാട് കാലിയാരുടെ മോൻ മഹ്മൂദ് ച്ച. എന്നെ വല്ലാതെ സ്നേഹിച്ചൊരു മനുഷ്യനാ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്ത് മംഗലാപുരത്ത് നിന്ന് ഈ ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് കുളിപ്പിക്കുക നിസ്കരിക്കുക ചെയ്തില്ല. എന്റെ പ്രിയ സുഹൃത്ത് അബറാരി പറഞ്ഞു, സിറാജെ ഒന്ന് കാണണമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മുഖം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾക്കറിയാം, ചില മുഖം കണ്ട മറക്കൂല, ചിരിച്ചോണ്ട് കിടക്കും. അവരുടെ മുഖം നോക്കിയ മറന്നു പോകാത്ത രീതിയിൽ, പടച്ചവനെ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിലുള്ള മരണം കണ്ടവരാ നമ്മള്. അതുകൊണ്ട് സഹോദര, 2ാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവർ നിന്നെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരോട്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കൊടിപിടിക്കുന്ന ചെറുപ്പക്കാർ, മോനെ ഇത് കേട്ടിട്ട് പിരിയടാ. നീ മെസ്സിയുടെയും നെയ്മറിന്റെയും ഒക്കെ ഫ്ലക്സ് പൊക്കി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മജീദ് ബാക്കവി ഉസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഒരു സിനിമാ താരം, ഓന്റെ പേരെന്തായാലും, ഒരു സിനിമാ താരം വന്നിട്ട് ചോദിച്ചു, എന്നെ പോലെ ആകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കാൻ. എല്ലാരും എന്തോ പറയുന്നു, എന്തലിയാണെങ്കിലും. അദ്ദേഹം ചോദിച്ചപ്പോ എല്ലാരും, ഉസ്താദ് ചോദിച്ചു, എന്നെ പോലെ ആകാൻ ആഗ്രഹമുള്ളവര്. ഞാൻ പറയുന്നത്, എന്റെ പൊന്നു സഹോദര, ഫ്ലക്സും ചുമന്നുകൊണ്ട് നടന്നു എത്രയോ പേര്. മെസ്സി ആരാണെന്ന് നിനക്കറിയത്തില്ല, നീ ആരാണെന്ന് മെസ്സിക്കും അറിയത്തില്ല. നെയ്മർ ആരാണെന്ന് നിനക്കും അറിയത്തില്ല, നെയ്മറിന് നിനക്കും അറിയില്ല. നീ അവന്റെ ഫ്ലക്സും ചുമന്ന് സമയം കളഞ്ഞു. എങ്കിൽ ഖുർആൻ ചുമക്കാൻ പറ്റുമോ? ഒറ്റ പ്രതിഫലം. എന്റെ സ്നേഹനിധികളായ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ച അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ മാലിക് ദിനാർ പള്ളിയിൽ നിന്ന് നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, അന്നെല്ലാവരും നിന്റെ വീട്ടിൽ വരുമടാ. ഇവിടെ മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു മയ്യത്ത് കെട്ടിലെടുത്ത് കിടത്തുകയാണ്. ജനാസ എടുത്ത് കിടത്തി കഴിഞ്ഞാൽ മയ്യത്ത് ചുമക്കണമല്ലോ, മയ്യത്ത് ചുമക്കണമല്ലോ. ആരാടാ നിന്റെ മയ്യത്ത് ചുമക്കുന്നത്? നീ സാധാരണ ആളല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തവര്. നീ ലോക്കലല്ല, വിവിഐപിയാ. നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, നിസ്കരിക്കാത്തവനല്ല, ശിർക്ക് ചെയ്യുന്നവനല്ല, മുനാഫിക്കല്ല. വൃത്തികെട്ടവന്മാര് നിന്റെ മയ്യത്ത് ചുമക്കാൻ പാടില്ല. നീ ഖുർആൻ ഓതുന്നവനാ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാ. അതിന്
മുഅ്മിന് ഓതുന്നവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആളാ. അതുകൊണ്ട് വിവിഐപികൾ മരിച്ച വിവിഐപികൾ വരണമല്ലോ. പടച്ചവനെ കാസർഗോഡ് വിവിഐപികൾ മരിച്ചപ്പോ മന്ത്രിമാര് വന്നല്ലോ, പടച്ചവനെ രാഷ്ട്രീയക്കാര് വന്നല്ലോ, പാണക്കാട് തങ്ങന്മാര് വന്നല്ലോ, പോലീസുകാര് വന്ന് ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ. വിവിഐപികൾ മരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലെ വിവിഐപിക്ക് ഇത്രയും വലിയ സ്ഥാനമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കലാമോദിയ തളങ്കരയിലെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങള്, സ്വന്തം പെമ്മക്കളും മരുമക്കളും വീടിനകത്തിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് ഖുർആൻ ഓതിയ ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കളോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾക്കളോ. വരുമടാ ചെറുപ്പക്കാരോ, വാപ്പമാര് വരും, വാപ്പമാര്, പെങ്ങന്മാര് വരും, പെങ്ങന്മാര്. നിങ്ങളുടെ ജനാസ ചുമക്കാ വിവിഐപികൾ വരികയാണ്. എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങി വരികയാ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. തളങ്കരയിലെ നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരികയാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകള് വരുമടാ നിന്റെ കുടിലില്, വരും ബാപ്പാ നിന്റെ വീട്ടില്. പെങ്ങള്, മാലിക് ദിനാറ് പള്ളിയൊന്നും തികയില്ല പെങ്ങള്. നിന്റെ ജനാസ നമസ്കരിക്കാൻ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളും ജനമുണ്ടാകുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചാൽ നിനക്കറിയുവോ, ചില ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഞാൻ പിടിക്കട്ടെ, ഞാൻ പിടിക്കട്ടെ. അവര് പറയും വേണ്ട, വേണ്ട, വേണ്ട. കാരണം ഭാരമില്ലല്ലോ, തോള് വേദനിക്കുന്നില്ലല്ലോ. പക്ഷേ ചില ജനാസ ചുമക്കുമ്പോ ഭാരം താങ്ങാൻ പറ്റാതെ മാറുകയാ, ജനങ്ങൾ മാറി മാറി പിടിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം വരും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ, അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വീട്ടിലെല്ലാവരും കരയുമല്ലോ, എല്ലാരും കരയുമല്ലോ. അതിലൊന്നും കാര്യമില്ലടോ. എങ്കിലും കരയിപ്പിക്കേണ്ടത് ആരെയാണെന്നറിയോ? ഈ കാണുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ഈ പള്ളിപ്പറമ്പില് കബറ് കുടിക്കുന്നവര് മനുഷ്യനുണ്ടല്ലോ. നീ മരിച്ചാ നിനക്ക് കബറ് കുടിക്കുന്നവര് മനുഷ്യനുണ്ടല്ലോ. അവനാടാ കരയേണ്ടത്, ആ മനുഷ്യനെയാ കരയിപ്പിക്കേണ്ടത്. കബറ് കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാത്തു നിൽക്കുന്ന ഭാര്യയോട് പറയണം, ഇന്നൊരു പ്രയാസവുമില്ലായിരുന്നു. ഇന്ന് കബറ് കുടിക്കാൻ ഒരു പ്രയാസവുമില്ല, എളുപ്പത്തിൽ കബറ് കുടിച്ചു. ചിലരുടെ കബറ് കുടിക്കുമ്പോ വല്ലാത്ത പ്രയാസമോ. മോനെ, നിനക്ക് കബറ് കുടിക്കുന്ന മനുഷ്യൻ നിന്നെ കുറിച്ച് നല്ലത് പറയണമടാ, വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 60 കൊല്ലം നിന്നെ പോലെ ജീവിച്ചില്ല. 6 കൊല്ലം ചെറുപ്പക്കാരാ, 6 കൊല്ലമേ ജീവിച്ചുള്ളടാ, 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. 6 കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഉമ്മയല്ല, വാപ്പയല്ല, കൂടപ്പറപ്പല്ല, നാട്ടുകാരല്ല, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം കണ്ട ഒരാളും മറന്നില്ല. എന്തൊരു ചിരിയാ സഅദ്, എന്തൊരു പ്രകാശമാ സഅദ്.
കണ്ടവർ മുഴുവനും കൊതിക്കുകയാണ്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എടോ, നിന്റെ ജനാസ കണ്ടിട്ട് പോകുന്നവര് പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരില് നിന്റെ ഭാര്യ പറയും നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന്. എടാ, മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഭാര്യ പറയണം, എന്റെ ഇച്ഛയ്ക്ക് വല്ലാത്ത ഗ്ലാമറാ, എന്തൊരു പ്രകാശമാ, ചുണ്ടിനെന്തൊരു പുഞ്ചിരിയാ. വെള്ള തുണിയുടെ അടിയിൽ കൊച്ചുമക്കള് തലയിൽ തുണിയിട്ടിട്ട് ഒളിച്ചു കളിക്കുമല്ലോ, കണ്ടുപിടിക്കുന്ന സമയത്ത് മക്കള് ചിരിക്കുമല്ലോ. ഇതുപോലെ മയ്യത്ത് മുഴതാ, മയ്യത്ത് തുണിയുടെ അടിയിൽ കിടന്നിട്ട് ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, ചിരിക്കണ്ടേ പെങ്ങള്. സഅദ് റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയായിരുന്നു. പടച്ചവനെ, സഅദ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, മയ്യത്ത് കട്ടിൽ വെച്ച് ചുമക്കുമ്പോ മലക്കുകളാ സ്വഹാബത്ത് പറയുന്നു, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അവർ പരസ്പരം പറയുകയാ. സ്വഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ, നബിതങ്ങള് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാ. സ്വഹാബികൾക്ക് അത്ഭുതമായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ, തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത് എന്തേ നബിയേ? സഹാബാ, സ്ഥലമില്ല സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല. നബിതങ്ങളാടാ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം സ്ഥലമില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത പരിമളമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ആ മനുഷ്യൻ കരയുകയാ, എന്തേ അല്ലാഹ്, എന്തു പറ്റി പടച്ചവര്? അവസാന ഖബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ആരും കാണാതെ മണ്ണ് മടിയിൽ വെച്ചു, ഖബറടക്കി കെട്ട് തന്റെ വീട്ടിലേക്ക് ചെന്ന് സൂക്ഷിച്ചു വെച്ചു. രാത്രിയാകുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാ പടച്ചവര്, എവിടെ നിന്നാ പടച്ചവര് സുഗന്ധമടിക്കുന്നത് തെരഞ്ഞു ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുപോയ മണ്ണാണടാ ചെറുപ്പക്കാരാ. കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. മോനെ സഅദ്, എങ്ങനെയാ സഅദ്, എങ്ങനെയാ സഅദ്, ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാ സഅദ്? ഞാൻ ഖബർ കുടിച്ച് തന്നവനാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന്, സുന്നത്ത് നോമ്പ് പിടിച്ചതിന് എന്റെ റബ്ബനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഒരുമിച്ച് കൂടിയവരുപോട് പറയുകയാണ്. അല്ലാഹുവിന്റെ സൂറത്ത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാ അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു കസ്റൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിലൊരു വീടാടാ ചെറുപ്പക്കാരാ. സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുമെന്ന് നബിതങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, ഇന്ന് അവസാന ദിവസമാണ്, ദുആ ചെയ്ത് പിരിയുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നില് ജീവിതത്തിൽ വന്നുപോയത് മുഴുവനും ഇന്ന് പറഞ്ഞുകൊള്ളണം. ഇനി അടുത്ത വർഷമില്ല, ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഉറൂസുള്ളത്. അതുകൊണ്ട് റബ്ബ് തന്നിരിക്കും
ഇരിക്കുന്ന ചാൻസാണ്. ഇന്ന് കഴുകണം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും രഹസ്യമായി പരസ്യമായി ചെയ്ത പാവം മുഴുവനും ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകണേ ചെറുപ്പക്കാരാ. പാവം പൊറുക്കാതെ ഒരാള് പോലും ഇവിടെ നിന്ന് പിരിയരുത്. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ യാത്രയാകണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ കിടക്കുന്ന മഹാന് മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാ. ഇന്ന് ചോദിച്ചാലും കിട്ടുന്ന ദിവസമാ. ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു ഒരു അവസരം നൽകിയിട്ട് ആ അവസരം മുതലാക്കിയില്ലെങ്കിൽ നഷ്ടമാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് കരയടോ. പാപം ചെയ്താലും അല്ല പൊറുക്കുമല്ലോ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അതാ മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ റബ്ബ്. ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ റബ്ബ്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുകയാ, എത്ര വലിയ പാപം ചെയ്താലും എന്നോട് പറഞ്ഞാ പുറത്തു തരാ. ഞാൻ ഗഫൂറാ, ഞാൻ റഹീമാ, ഞാൻ കരുണയുള്ളവനാ. എന്റെ മുമ്പിൽ നീട്ടുന്ന കൈകളെ ഞാൻ വെറുതെ മടക്കില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചെയ്തത് മുഴുവനും പറയട്. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ. നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ട് അട്ടരുതിലാഹേ എന്നെ. കരയാൻ പറ്റുന്നവര് കരഞ്ഞോ. എന്ത് വേണമെങ്കിലും ചെയ്തോ. റബ്ബിനോട് പറയണം, പൊറുക്കാതെ ഞാൻ പോകില്ല പടച്ചവര്. നീ എന്റെ റബ്ബാട്, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ പാപം എന്ന് പൊറുക്കണം പടച്ചവര്. അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് പിരിഞ്ഞോ. അല്ലാതെ ഇനി ഒരവസരം കാത്തു നിൽക്കരുത്. ഒരവസരം കാത്തു നിൽക്കരുത്. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണില്ല, ഇന്നുള്ളവൻ നാളെയില്ല. അതുകൊണ്ട് ഇനി ഒരു അവസരത്തിന് ആരും കാത്തു നിൽക്കരുത്. അല്ല തരുന്ന അവസാനത്തെ ചാൻസ് നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം.